എക്സ്ക്യൂസ് മീ, എന്താ? ഞാൻ ഇവിടുത്തെ വാഷ്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ പ്ലീസ്? സോറി മാഡം, ഇത് പബ്ലിക് ടോയ്ലറ്റ് ഒന്നുമല്ല. വേറെ എവിടെയെങ്കിലും നോക്കൂ പ്ലീസ്. ഇവിടെ അല്ലെങ്കിൽ തന്നെ മനുഷ്യന് വട്ടുപിടിച്ചിരിക്കുക. ഏത് ഡെലിവറി എങ്ങോട്ട് പോകണ്ടേന്ന് അറിയാതെ വട്ടുപിടിച്ചിരിക്കുക. ഞാൻ ഹെൽപ്പ് ചെയ്താലോ? ഏ? ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? ആ പ്ലീസ്. ഇതാ കണ്ടോ, ഇവിടെ ഡെലിവറി നമ്പർ വരും. അപ്പോ ഇവിടെ പോപ്പപ്പ് വരുമല്ലോ. അപ്പൊ ആ ബോയ് പറയുന്ന സ്ഥലത്താണ് ഡെലിവറി ചെയ്യണ്ടേ. ആ അതുപോലെ ഇതാ കസ്റ്റമേഴ്സിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്. താങ്ക് യു സോ മച്ച് മാഡം. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ഇവിടുത്തെ പണി പോയേനെ. എനിക്കാണ് ഈ ജോലി വളരെ ആവശ്യമാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടറിലെ എല്ലാ ജോലികളും അറിയാമെന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ജോലി കയറിയത്. പതിയെല്ലാം പഠിക്കാന്നേ. ഇതിപ്പോ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലല്ലോ. അതുപോലെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്, ഹെൽപ്പ് ചെയ്യാലോ. ഓക്കെ മാം, താങ്ക് യു. ഞാൻ ഇവിടുത്തെ വാഷ്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ പ്ലീസ്? കുഴപ്പമില്ല മാം, ആരോടും പറഞ്ഞേക്കരുത്. തെരുവിലെ ബാക്കിയുള്ള സ്ത്രീകളും കൂടെ വരാൻ തുടങ്ങിയാൽ എൻ്റെ പണി എന്തായാലും പോയി കിട്ടും. ഞാൻ ആരോടും പറയില്ല, ഉറപ്പാ. എന്നാ ശരി. വാഷ്റൂം ദാഭാദം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇന്നലെ എന്താ വരാതിരുന്നത്? എന്താ എന്നെ കാത്തിരിക്കായിരുന്നോ? ഞാൻ നിന്നെ കാത്തിരിക്കാൻ. നിന്നെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും എന്നെ സംബന്ധിച്ച് ടൈം വേസ്റ്റാ. അപ്പൊ പിന്നെ അറിഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചോദിച്ചോ അതിനുള്ള മറുപടി പറഞ്ഞാ മതി. ആരോ? കാവ്യ, ഇത് ജ്യൂസ് എങ്ങനെ നിന്റെ മുഖത്തൊക്കെ വീണ? അത് ആക്ച്വലി എന്റെ കാലൊന്ന് വഴുതിയായിരുന്നു. പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ജ്യൂസ് ആകെ മേത്തൂടെ. കുറച്ചൊക്കെ ശ്രദ്ധിച്ച് നടക്കണ്ടേ? ശ്രദ്ധിക്കും. ഇതിപ്പോ ഈ രൂപത്തിൽ നിന്നെ ആരെങ്കിലും ഒക്കെ കണ്ടാ അവരൊക്കെ എന്താ വിചാരിക്കുക? സ്വയം ശ്രദ്ധിക്കാൻ കഴിവില്ലാത്തൊരു പെൺകുട്ടിക്ക് ഞങ്ങളുടെ ആരവിന്റെ കാര്യങ്ങൾ നല്ലപോലെ നോക്കാൻ പറ്റില്ലെന്ന് കരുതില്ലേ? ആ പറഞ്ഞത് ശരിയാ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. സോറി. അതൊന്ന് താഴോട്ടാക്കോ, എക്സസൈസ് ചെയ്യാനുള്ളതാ. നീ എന്തിനാ ചേട്ടത്തൊരു കള്ളം പറഞ്ഞേ? നിന്റെ ദേഹത്ത് ജ്യൂസ് ആക്കിയത് ഞാനാണെന്ന് പറയുന്നില്ല എനിക്ക്. എന്റെ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും നമ്മുടെ ക്യാരക്ടറിനെയും ചിന്തകളെയൊക്കെ സ്ട്രോങ് ആക്കണമെന്ന്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ്. ഞാൻ ചെയ്തത് എന്റെ ശരി. എന്നാ അന്ന് ഞാൻ കാരണം നിനക്ക് മുറിവ് പറ്റി. സോറി. അന്ന് ഞാൻ കുറച്ച് കൂടുതൽ ഹാഷയെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തുല്യരായ ആളുകൾ തമ്മിലാണ് വേണ്ടത്. ഞാൻ ഈ ബന്ധം ഒരു കെയർടേക്കറും മുതലാളിയും തമ്മിലുള്ള ബന്ധത്തിൽ ലിമിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എക്സസൈസ് ചെയ്താലോ സർ? രാത്രി മുഴുവൻ എവിടെ തെണ്ടി തിരിഞ്ഞിട്ട് വരുന്നോ എന്തോ. എന്നിട്ട് ഇപ്പൊ കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലേ? ഇവിടെ ഈ റൂമിൽ എങ്ങനെ സാരി ഉടുക്കാനാ? എന്താ നിങ്ങൾ എന്താ കാണിക്കുന്നത്? എന്താ
മര്യാദയ്ക്ക് സാരി ഉടുക്കാതെ പുറത്തു പോകാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നീ ഒന്ന് പുറത്തു പോ, വേഗം ആവട്ടെ. മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി ഓരോന്ന്. സൂരജ് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി. ഓക്കെ, ഇങ്ങോട്ട് വരണ്ട. ചിറ്റപ്പ ദാ ചായ. നന്നായി വരട്ടെ മോളെ. ആ എന്റെ ഭഗവാനെ, ഇത് എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോണം. ഈ പെണ്ണിന് ഈ വീട്ടിൽ ഇടം കൊടുത്തു എന്നുള്ള കാര്യം ശരിയാ. പക്ഷെ ഇവിടത്തെ അടുക്കളയും വീട്ടുകാര്യങ്ങളും ഒക്കെ നേരത്തെ എങ്ങനെയാണോ നടന്ന അതുപോലെ തന്നെയാ നടക്കുക. നോക്കനിയ, സ്ത്രീകളുടെ കാര്യത്തിൽ നീ തലയിടാൻ വരരുത്. മരുമോളാകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ലേ, ഇനിയിപ്പോ അനുഭവിച്ചു. വെറുതെ ഓരോ തലവേദനകൾ. മഹാറാണി ഈ വീട്ടിലെ മരുമകളായിട്ട് കാലെടുത്ത് വെച്ച് വന്നതല്ലേ, അപ്പൊ ഇവിടെ കുറച്ച് നിയമങ്ങളുണ്ട്, അതനുസരിക്കേണ്ടി വരും. കൈ കാണിച്ചേ. ചേട്ടത്തി എന്തായത്? നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ, പെണ്ണുങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ നീ തലയിടരുത്. എന്റെ വീട്ടിലെ കാര്യങ്ങളല്ലേ, അത് വേണ്ടതുപോലെ നടത്താൻ എന്നെ ഒന്ന് അനുവദിക്കേ. കൈ ഉയർത്തിക്കേ. അങ്ങനെയല്ല, ദേ ഇങ്ങനെ. നീ ഈ വീട്ടിലെ മരുമകളാ, അല്ലാതെ ഏതെങ്കിലും ഫാഷൻ ഷോയിലെ മോഡലല്ല. നീ ഇത്രയും നഖം വളർത്തിയിട്ടാണോ നീ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത്? നഖം വെട്ടിക്കേ. നഖം വെട്ടാൻ. മോളെ, എന്താ കൈക്ക് പറ്റിയത്? എവിടെ നോക്കട്ടെ. ചോര വന്നല്ലോ. എന്തിനാ മോളെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയത്? ഡ്രൈവറുടെ കൂടെ പോയി ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്തിട്ട് വാ. ചെല്ലേ. എന്നോട് ക്ഷമിക്കണം മുതലാളി. നിനക്കറിയാവുന്നല്ലേ, പാവക്കുട്ടിയുടെ ദേഹത്തൊരു പോറൽ സംഭവിച്ചാൽ പോലും അത് ചെയ്തവന്റെ കൈ ഒടിക്കുന്നവനാ. അബദ്ധം പറ്റിയതാ സാറേ. അബദ്ധമല്ല, തെറ്റാണ്. അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും. എനിക്ക് മാപ്പ് തരണം മുതലാളി, ഒരബദ്ധം പറ്റിപ്പോയതാ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല മുതലാളി. സുമേ, അവളുടെ കൈ പിടിച്ചേ. അയ്യോ വേണ്ട മുതലാളി, അറിയാതെ പറ്റിപ്പോയതാ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല, എനിക്ക് മാപ്പ് തരണം. അവളുടെ നഖത്തിനോടൊപ്പം മാംസം കുടുങ്ങി പോരട്ടെ. മുതലാളി അങ്ങനെ ചെയ്യരുത്, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. അരുത്.
നഖം മുറിക്കേ. ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തോളാം. ഇതുകൊണ്ട് അതിനൊരു പ്രശ്നവും ഉണ്ടാവില്ല. എനിക്ക് നഖം വെട്ടാൻ പറ്റില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്, എനിക്ക് നഖം വെട്ടാൻ ഇഷ്ടമില്ലാത്തോണ്ടാ. അയ്യോ വേണ്ട, പ്ലീസ് അങ്ങനൊന്നും ചെയ്യരുത്. പ്ലീസ് പ്ലീസ് കട്ട് ചെയ്യരുത്. ഈ വീട്ടിലെ മരുമകളാകണ്ടേ നിനക്ക്? എങ്കിൽ ഇതൊക്കെ വേണ്ടി വരും. ഇവിടത്തെ നിയമങ്ങളൊക്കെ നീയും അനുസരിക്കണം. അത് കട്ട് ചെയ്യരുത് പ്ലീസ്. ആ